ശ്രീ എസ് സജീവനിലേക്ക്. ശ്രീ സജീവൻ, ഇന്നത്തെ ഒരു പ്രചാരണത്തിന്റെ രീതി കണ്ടല്ലോ, മഴയൊക്കെ ശക്തമായിട്ടുണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ, സ്റ്റാർ ക്യാമ്പയിനേഴ്സാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എല്ലാ പാർട്ടികൾക്കും അൻവറിന് വേണ്ടി യൂസഫ് പഠാൻ കൂടി എത്തിയ ദിവസമാണ്. എല്ലായിടത്തും ആളുണ്ട്, എല്ലാ റാലികളിലും ആളുണ്ട്, ജനക്കൂട്ടം ഇരമ്പി എത്തുന്നുണ്ട്. ആരാകും എന്നുള്ള കാര്യത്തിൽ ആശങ്കയോടെ എല്ലാ മുന്നണികളും നിൽക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ കരുതേണ്ടത്? അൻവർ ഒരു ഘടകമാകും എന്ന് വീണ്ടും ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണോ ആ പ്രചാരണം? ഒരു കാര്യം ആദ്യം പറയാം. PV അൻവറിൻ്റെ ഇന്നത്തെ ഈ റോഡ് ഷോ അത് വെച്ചുകൊണ്ട് PV അൻവർ അവിടെ ജയിക്കാൻ പോകുന്നുവെന്ന് പഠാനെ പോലെ ഞാൻ പറയില്ല. അത് എല്ലാവർക്കും അറിയാം. കാരണം ആ റോഡ് ഷോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ അത് PV അൻവർ മൈനസ് യൂസഫ് പഠാൻ എന്നാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് എത്ര പേര് വന്നു എന്നുള്ള കാര്യം പറയാം. അത് അത്രയും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം PV അൻവറിന് ഒരു ത്രികക്ഷി അല്ലെങ്കിൽ 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ രീതിയിലേക്കൊന്നും അവിടേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ PV അൻവർ ഇപ്പോഴും ഈ സമയത്തും ഇവിടെ വിധി നിർണായകമായിട്ടുള്ള നിലപാട്, അതായത് ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ള കാര്യത്തിൽ PV അൻവറിന് സ്വാധീനം ഉണ്ടാകും. അത് നേരത്തെ മുതൽ തന്നെ നമ്മൾ പറയുന്നത് PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് LDFിൻ്റെയും UDFിൻ്റെയും വോട്ടുകൾ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ PV അൻവറിൻ്റെ പ്രത്യേക താല്പര്യം, അദ്ദേഹത്തിന് പിണറായിസം തകർക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് നമുക്കറിയാം. പക്ഷേ അത് നേടണമെങ്കിൽ അദ്ദേഹം ഇപ്പോഴത്തെ ഈ 2025 ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്ന് PV അൻവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അൻവർ കൃത്യമായിട്ട് ആവർത്തിച്ച് പറയുന്നത് അവിടെ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. കാരണം ഷൗക്കത്ത് ജയിച്ചാൽ PV അൻവർ പിന്നെ രാഷ്ട്രീയത്തിൽ തീർത്തും അപ്രസക്തനായിട്ട് തീരും. അദ്ദേഹം മത്സരിക്കുന്നത് പോലും തനിക്ക് കിട്ടാവുന്ന, ഷൗക്കത്തിന് കിട്ടാവുന്ന വോട്ടുകളിൽ പരമാവധി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിലാണ് അദ്ദേഹത്തിന് 2026 അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ സീറ്റ് നേടിയെടുക്കാനും, അതേപോലെ അദ്ദേഹം ശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്ന, പിണറായിയേക്കാൾ കൂടുതൽ ശക്തമായിട്ട് എതിർക്കുന്ന VD സതീശനെ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വത്തിൽ നിന്നും മാറ്റിയെടുക്കാനും പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന് മാത്രം താല്പര്യം, മറ്റുള്ള പല ആളുകളുടെയും താല്പര്യമാണെന്ന് കൂടി നമുക്കറിയാം. അപ്പോൾ അതാണ് അൻവറിൻ്റെ സ്ഥിതി. ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് പോലും നമുക്ക് പറയാവുന്ന ശക്തമായ പോരാട്ടം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. ഇപ്പോൾ ശിവശങ്കർ പറഞ്ഞ പോലെ എന്തെല്ലാം വികസന പ്രവർത്തനം, നിങ്ങൾ നഞ്ചങ്കോട് റെയിലല്ലേ, എന്തൊക്കെ മൊത്തമായിട്ട് നിലമ്പൂർ പ്രദേശം മുഴുവൻ റെയിൽപാത ഇടാന്ന് പറഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു 6%, 7%-അപ്പുറത്തേക്ക് പോവില്ല. അതിനുള്ള സാധ്യത നമുക്കറിയാം. അതുകൊണ്ട് അവിടെ BJP ജയിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രമല്ല മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൽ സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നേതാവ് തന്നെയാണ് പറഞ്ഞത്. തൃശ്ശൂരത്തെ കാര്യം, തൃശ്ശൂർ ഇത് നിങ്ങളുടെ അധ്യക്ഷനല്ലേ പറഞ്ഞത്? തൃശ്ശൂരിൽ ആര് ജയിക്കുന്നു? അപ്പം ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശിവശങ്കർ പറഞ്ഞ രീതിയിൽ അവിടെ മലയോര കർഷകരുടെ പിന്തുണ കിട്ടാനാണല്ലോ ശ്രമിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞോ ഒരു കാര്യം പറയട്ടെ. അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ട് അത് വെള്ളാപ്പള്ളി, ഇപ്പോൾ നിങ്ങൾ എന്തെല്ലാം പ്രകീർത്തിച്ചാലും വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ വോട്ടുകളുണ്ടല്ലോ. അദ്ദേഹം മഞ്ചേരി നടത്തിയുള്ള പ്രസംഗത്തിൻ്റെ തീവ്രത നമുക്കറിയാം. അവിടെ നിന്നുള്ള കുറേ വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ടല്ല പോകാൻ പോകുന്നത്, അത് LDFിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതിനാണ് ഈ ഒരു തരത്തിലും പ്രകീർത്തിക്കാൻ പാടില്ലാത്ത ഒരു അവസരത്തിൽ വെള്ളാപ്പള്ളി ഇത്രയും മോശമായ അതിതീവ്രമായ വർഗീയത പറഞ്ഞ് മഞ്ചേരിയിൽ നിന്നും പോയ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പോയിട്ട് പ്രകീർത്തിച്ചു. അത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് മഞ്ചേരിയിൽ വന്ന് പ്രസംഗിച്ചത് അങ്ങേയറ്റം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ, ഷിബു മീരാനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാ ആളുകളും, എല്ലാ മുന്നണികളും, എല്ലാ പാർട്ടികളും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് വേണ്ടി തലയിൽ മുണ്ടിടായും പോയ ചരിത്രങ്ങളുണ്ട്. അത് മറന്നുകൊണ്ട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തുകൊണ്ട് LDF ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു? അതിനൊരു വടി ഇട്ട് കൊടുത്തത് VD സതീശൻ്റെ ഒരു വിവരമില്ലായ്മ പോലും പറയാവുന്ന രീതിയിലൊരു പ്രതികരണമാണ്. കാരണം ഇപ്പം ഇതിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെക്കുറിച്ച് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരോട് ചെന്ന് പിന്നാലെ പോയിട്ട് ആവശ്യപ്പെട്ടതല്ല.
അവരെ പിന്തുണയ്ക്കുന്നു. അതിന് അർത്ഥം ഞങ്ങൾ തമ്മിൽ സഖ്യമുണ്ട് എന്നല്ലാന്നാണ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. ലീഗിൻ്റെ പല നേതാക്കന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ വി ഡി സതീശൻ പറഞ്ഞപ്പോൾ അത് വാക്ക് തെറ്റിപ്പോയി. അദ്ദേഹം പറഞ്ഞത് അവരുടെ പഴയ നിലപാടിൽ, രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് തന്നെ മൗദൂദിയുടെ തത്വങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയവും മതവും ഒരേപോലെ ഒറ്റയൊന്നാണ്. അത് ഇസ്ലാമിക ശരീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൻ്റെ, അദ്ദേഹത്തിൻ്റെ തത്വത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി പിന്മാറിയിട്ടില്ല. അതുമല്ല, വെൽഫെയർ പാർട്ടി നൽകിയ പിന്തുണയെ അതൊരു പാർട്ടി ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മതി. അത് ഉപയോഗിച്ചുകൊണ്ട് EK വിഭാഗം സുന്നികളുടെ പിന്തുണ പരമാവധി നേടിയെടുക്കുക. കാരണം അവരുടെ ഏറ്റവും വലിയ അവരെതിർക്കുന്ന ഒരു പക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് കിട്ടുമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് LDF ഇപ്പോൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.